സോ ഹലോ ഗൈസ്, ഹൗ ആർ യു? വെൽക്കം. നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. ഓക്കെ, അടൂർ MC റോഡ് ബൈപ്പാസിൽ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മളിവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ ഈ ഒരു ബൈപ്പാസിലുണ്ട്. പക്ഷേ നമ്മൾ ഇതേക്കൂടെ പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടാണ് പറക്കൻസ് ഫ്രൈഡ് ചിക്കൻ. ഈ റെസ്റ്റോറൻറ്റാണ് ഇത്. ഈ കാണുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. ഈ ഒരു ടൂറിസ്റ്റ് ബസ്സിനെയാണ് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസ്റ്റോറൻറ്റായിട്ട് ഒരു മാറ്റിയിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അകത്തോട്ട്, അതായത് നമ്മുടെ ഈ കാണുന്ന MC റോഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബൈപ്പാസാണ്. അപ്പോൾ അവിടെ നിന്ന് റോഡ് സൈഡിൽ തന്നെ ഒരു ബസ് ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ബസ്. അവിടെ ഇങ്ങനെ പറക്കൻസ് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ബോർഡൊക്കെ കാണാം. ആ ബസ് ഫുൾ ഇങ്ങനെ സ്റ്റിക്കർ ചെയ്തിരിക്കണം. അവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രൈഡ് ചിക്കനാണ് ഇത്. റെസ്റ്റോറൻറ്റ് രീതിയിലുള്ള എല്ലാ സ്റ്റിക്കർ വർക്കെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് എനിക്ക് അവരുടെ കിച്ചണാന്ന് തോന്നുന്നു. അപ്പം ഇവിടെ കുറേ കോട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുക്കിങ്ങായിട്ട് ഫുഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. ഇത് നമ്മുടെ ബസ്സിനകത്തോട്ട് ഇനിയിപ്പോൾ കയറാം. അപ്പോൾ ബസ്സിനകത്ത് തന്നെ കാണുമ്പോൾ കണ്ടു അത്യാവശ്യം നമുക്ക് ഒരു സീറ്റിംഗ് എല്ലാം റെസ്റ്റോറൻറ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ. രാവിലെ ഇപ്പോൾ നമ്മൾ വരുന്ന സമയം ഒരു 12 മണി ആവുന്നേ ഉള്ളൂ. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, ക്ലീനിങ് നടക്കുന്നേ ഉള്ളൂ. ഈ കാണുന്ന ഈ ഒരു ബസ്സിനകത്തെ കാഴ്ചയാണ്. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിനകത്ത് അതേ സീറ്റിംഗ് തന്നെ ഇച്ചിരി ഫേസ് ടു ഫേസ് ആക്കിയിട്ടുണ്ട്. ഒരു 49 സീറ്റിൻ്റെ ആ ഒരു വലിയ ബസ്സിലെ അതാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റായിട്ട് ഒരു കൺവേർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ റെസ്റ്റോറൻറ്റിലെ ടേബിൾ പോലെ ഇങ്ങനെ ഒരു 6 പേർക്ക് ഇരിക്കാനോ 4 പേർക്ക് ഇരിക്കാനോ 2 പേർക്ക് ഇരിക്കാനോ പല രീതിയിൽ ടേബിൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡ്രൈവിംഗ് ക്യാബിനാണ്. അവിടെ സ്റ്റിയറിംഗും ഡ്രൈവറിൻ്റെ അതെല്ലാം തന്നെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ളിനകത്ത് അതേപോലെ ടൂറിസ്റ്റിനകത്ത് പോലെ തന്നെ ആ ഒരു ഫാനും പിന്നെ അതുപോലെ തന്നെ സീറ്റിംഗ് ഉണ്ടല്ലേ, ഒരു റെസ്റ്റോറൻറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. സീറ്റിൽ തന്നെ ബസ്സിൻ്റെ സീറ്റ് തന്നെയാണ്. ഇത് നമ്മുടെ കൗണ്ടറാണ്. ഇതാണ് ഈ ഒരു ബസ്സിനകത്തെ കാഴ്ച. നമ്മുടെ ചേച്ചി രാവിലെ ക്ലീൻ ചെയ്യുന്ന ഇവിടെ ഇന്നലെ രാത്രി 12 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതുകൊണ്ട് ഇന്ന് ലേറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇവിടെ വൈകുന്നേര സമയങ്ങളാണ് ഇവിടെ തിരക്ക് കൂടുതൽ. ഇതൊരു സോ ഗൈസ്, ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. നമ്മളെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സും കാണാൻ ഒരുപാട് ടൂറിസ്റ്റ് ബസ് വെള്ളയാക്കണം പറഞ്ഞു. കാരണം എനിക്ക് ഒരു ടൂറിസ്റ്റ് ബസ് പെയിൻ്റ് അടക്കണമെങ്കിൽ എത്രമാത്രം ചിലവ് വരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളെ ടൂറിസ്റ്റ് ബസ് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതായത് ടൂറിസ്റ്റ് ബസ് വാഹനം റോട്ടിലോട്ട് ഓട്ടിയാലല്ല സീനുള്ളൂ, വാഹനം ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാൽ അല്ലെങ്കിൽ ഒരു ഇതാക്കിയാലും സീനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരുപാട് പേര് ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സായത് ഹോട്ടലാക്കാം, ചിലവരൊക്കെ ട്യൂഷൻ സെൻ്റർ ആക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, സോ ഒരു കിടിലും ഐഡിയയാണ്. കാരണം നഷ്ടമാക്കുക ഗൈസ്, നഷ്ടം എങ്ങനെ പോലെ നമുക്ക് തന്നെ വെക്കുക. നമ്മളിനി എത്ര ലക്ഷം റുപ്യയുടെ ഒരു വെള്ളപ്പൈൻ അടിച്ചാൽ നമുക്ക് എന്തായാലും കേരളത്തിൽ നിന്ന് ഒരൊറ്റ കുട്ടീന് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടോ? എല്ലാവരും തമിഴ്നാട് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോകും. നിങ്ങൾ കണ്ട് തമിഴ്നാട് ടൂറിസ്റ്റ് ബസ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡ് കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ, സോ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സും കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിയും മറ്റേ നിങ്ങളൊരു മനുഷ്യനായ രീതിയിൽ നിങ്ങൾ എന്താ തിരഞ്ഞെടുക്കുക? നമ്മളെ സ്ഥലം കേരളമാണ്, നമ്മളതാണ് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ബസ്. നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ടൂർ ഇങ്ങോട്ട് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ബസ് പോകും. ഞാൻ ഒരിക്കലും പോകത്തില്ല. കാരണം നമ്മൾ ടൂർ പോകണം, നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ തമിഴ്നാട് ടൂറിസ്റ്റ് ബസ്സായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇനി ഒറ്റ പണിയുള്ളൂ. ഇങ്ങനത്തെ ടൂറിസ്റ്റ് ബസ്സൊക്കെ നമുക്ക് നല്ല ഹോട്ടലോ റെസ്റ്റോറൻറ്റോ കൂൾ ബാറോ ഒക്കെ ആക്കി മാറ്റി നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അല്ലാതെ ഇനി ബസ് ഉടമകൾക്ക് വേറെ ഒരു പണിയില്ല, അല്ല വേറെ ഒരു വഴിയും ഇല്ല. ഓക്കെ, സോ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം കാണാം. ബൈ ബൈ.